കോഴിക്കോട് പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പോലീസുകാരന് കുത്തേറ്റു. കോഴിക്കോട് SHOയ്ക്കും പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ ASI ബാബുവിനുമാണ് കുത്തേറ്റത്. പയ്യാനക്കൽ സ്വദേശി അർജാസ് ആണ് ആക്രമിച്ചത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, എന്തായിരുന്നു ഈ കേസ്? ഈ പോലീസുകാരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെയാണ്? റിജിത്ത, ഈ പ്രതി നേരത്തെ തന്നെ ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ട ആളാണ്. എന്നാൽ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ഇയാളുടെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇയാൾക്ക് ഈ പ്രതിക്ക് പകയുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ഈ പോലീസുകാരൻ, ഈ നോട്ടീസ് ഒട്ടിച്ച പോലീസുകാരൻ അതുവഴി, അതായത് ഈ പ്രതിയുടെ വീടിന്റെ വശത്തോടുകൂടി മറ്റൊരു പ്രതിയെ പിടികൂടാൻ പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വീടിന് മുന്നിൽ നോട്ടീസ് ഒട്ടിച്ചതിൽ പകപൂണ്ട് ഈ പോലീസുകാരന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയും പിന്നീട് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ചും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ഈ പോലീസുകാരന്റെ തലക്ക് മർദ്ദിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ പോലീസുകാരൻ നേരെ സ്റ്റേഷനിൽ പോകുന്നു. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ ഉദ്യോഗസ്ഥ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി, അതായത് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഇയാളെ തിരഞ്ഞ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളുടെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് ഇയാൾ വേറൊരു ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പ്രതി അടുത്തുള്ള ഒരു ഇറച്ചിക്കടയിലേക്ക് ഓടിക്കയറുകയും അവിടെ ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് ഈ പോലീസുകാരന്റെ പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്.